once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall. ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ. മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള, വയനാട് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള റോഡ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ കാഴ്ചകളും അവിടെ നിന്ന് പോയ ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളും പിന്നെ ഊട്ടിയിലുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച റിസോർട്ടാണ് കേട്ടോ. ആ റിസോർട്ടിലെ റൂമാണ് നമ്മൾ ഈ കാണുന്നത്. സൺ വാലി എന്നുള്ള റിസോർട്ടാണ്. ഇതിൽ ഒരു 4 ബെഡഡ് റൂമാണ് നമ്മൾ എടുത്തത്. 4 പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂമാണ് നമ്മൾ എടുത്തത്. റിസോർട്ടിൽ നിന്ന് റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഈവനിങ് ആണ് റിസോർട്ടിലെത്തിയത്. അപ്പോൾ ഈവനിങ് നമ്മുടെ ബാൽക്കണിയിലൂടെ കാണുന്ന ഈ കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഭംഗിയായ വ്യൂ പോയിൻ്റാണ്. ഈ റിസോർട്ടിൽ വന്ന ശേഷം ഞങ്ങൾ വേറെ ഒരു പ്ലാനും ചെയ്തില്ല. റിസോർട്ട് ആസ്വദിക്കുക, അവിടുത്തെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുക, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. വളരെ നീറ്റ് ആൻഡ് ക്ലീനായ റിസോർട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ല ഫുൾ ഓഫ് ഗാർഡൻസാണ്. ചുറ്റിലും പൂക്കളും ചെടികളും ഒക്കെ നമുക്ക് മനസ്സിന് കുളിർമയേകുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം മഞ്ഞും കുറച്ച് മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളിലെ ഭംഗിക്ക് ഒട്ടും കുറവില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റി കേട്ടോ. ഈ റിസോർട്ടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. അപ്പോൾ കാണുക, എൻജോയ് ചെയ്യുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞങ്ങൾ കണ്ട ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമമാണിത്. പിന്നെ റിസോർട്ടിലെ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണിത്. വളരെ ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് നാച്ചുറലായിട്ട് പുറത്ത് ഫേസ് ചെയ്തിട്ട് മഞ്ഞൊക്കെ കൊണ്ട് ചായ കുടിക്കാനും അവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അതേപോലെ അകത്ത് കുറച്ചുകൂടെ തണുപ്പൊക്കെ കുറഞ്ഞ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഈ റിസോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്തു. നല്ല ചൂട് ചായയും സ്നാക്സും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അതൊരു വേറെ ആംബിയൻസ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെൻറ്റ് കിട്ടി, അവരും ഹാപ്പിയാണ്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കാൻ ശ്രമിച്ചു. റിസോർട്ടിൻ്റെ കാഴ്ചകളും ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലാണ് ഈ റിസോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നടക്കാനും അവിടെയുള്ള ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ നോക്കി. നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല ചുറ്റിലും ലൈറ്റൊക്കെ ഇട്ട, നല്ല ആംബിയൻസ് ലൈറ്റൊക്കെ ഇട്ട ഒരു രീതിയാണ് ഈ റിസോർട്ടിൽ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ ചുറ്റും നടന്നു. ഏതാണ്ട് ഒരു 10-20 മിനിറ്റോളം നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. ചുറ്റിലും ഫെൻസിങ് ഒക്കെ ചെയ്തുകൊണ്ട് അനിമൽസോ കാര്യങ്ങളോ അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത തീരെ ഇല്ല. പിന്നെ ഗാർഡറാണ് ഫുള്ളും, സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം പ്രൈവസിയോടെ, മാക്സിമം സെക്യൂരിറ്റിയോടെ കൂടെ തന്നെ ഈ റിസോർട്ട് എൻജോയ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഈ ഒരു തണുപ്പത്തും ഈ ഒരു മിസ്റ്റിലും കുട്ടികളുടെ കൂടെ ഇതിങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് വേറൊരു ഫീലാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം റിസോർട്ടിന് ചുറ്റിലും ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നടന്നു. ഈ മഞ്ഞത്ത് ഈ ഒരു ലൈറ്റിൽ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്നു. ചെറുപൂക്കളും ചെടികളും പിന്നെ ഈ ഫർണിച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് അതിൽ കൂടെയൊക്കെ നടന്ന് ഞങ്ങൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തു ഇവിടെയൊക്കെ. അപ്പോഴത്തേക്കും ഡിന്നറിനുള്ള സമയമായി. ഡിന്നർ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഡിന്നർ
എന്നുവെച്ചാൽ ഞങ്ങൾ ഇത്രയും ഈ യാത്രയിൽ തന്നെ കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണമാണ് ഇവിടുന്ന് കിട്ടിയത്. നല്ല തണുപ്പത്ത് നല്ല ചൂട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ. പിന്നെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഫ്രഷ് മോർണിംഗിൽ കണ്ട കാഴ്ചയാണ്. ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ഈവനിങ് ആയെന്ന് ഞങ്ങളിവിടെ എത്തിയതുകൊണ്ട് ഇത്ര ലൈറ്റപ്പിൽ ഞങ്ങൾ കണ്ടില്ല. പക്ഷെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ നല്ല ലൈറ്റിൽ നല്ല ഭംഗിയിൽ തേയിലത്തോട്ടം ഇങ്ങനെ കാണാൻ പറ്റും. ചെറിയ ഡ്രിസ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ യാത്രയൊന്നും ഈ ചെറിയ മഴയോ മൂടൽ മഞ്ഞോ ഒന്നും നമ്മളെ ബാധിക്കില്ല. എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. ഇതെല്ലാം നോക്കി ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ വിളിച്ച് പറഞ്ഞു, അവർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ടൻ ചായ ആസ് യൂഷ്വൽ ഈ തണുപ്പത്ത് റൂമിൽ തന്നെ ഞങ്ങൾ കട്ടൻ ചായ ഇട്ടിട്ട് കുടിച്ചു. എന്നിട്ടൊന്ന് പുറത്തേക്ക് വീണ്ടും രാത്രി കണ്ട കാഴ്ച തന്നെ പകൽ കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതിമനോഹരമാണ്, നല്ല മഞ്ഞുണ്ട്, കാഴ്ചയ്ക്ക് നല്ല രസമാണ്. ചുറ്റിലും വള്ളിക്കുടിലുകളും പൂക്കളും ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ട്, വളരെ എക്കോ ഫ്രണ്ട്ലി ആയ റിസോർട്ട്. പിന്നെ സ്റ്റാഫ്സും അതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന സ്റ്റാഫും. ഇത് കണ്ടോ, ഇതൊരു ഡൈനിങ് ഏരിയ ആണ്, ഓപ്പൺ ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനും ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യും. ഒരു സൈഡ് ഫേസ് ചെയ്യുന്നത് ഒരു കുന്നിൻ ചെരുവാണ് തേയിലത്തോട്ടത്തിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഡിഫറെൻ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റിസോർട്ടാണിത്. അപ്പോൾ ഞങ്ങൾ രാത്രി കണ്ട അതേ കാഴ്ച പകൽ കാണുന്ന രീതിയിൽ ഞങ്ങളൊന്ന് വീണ്ടും റിസോർട്ടിൻ്റെ ചുറ്റും നടന്നു. ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ട്, സാരമില്ല. ഞങ്ങൾ വീണ്ടും നടന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഈ ചെടികളൊക്കെ ഇത്ര ഭംഗിയായിട്ട് നിലനിർത്തിയിരിക്കുന്നവർക്കൊരു ഹാറ്റ്സ് ഓഫ് തന്നെയാണ് കേട്ടോ. ഫുള്ളും പൂക്കളും ചെടികളൊക്കെ ആയിട്ട് ഉണ്ടോ, കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ മഞ്ഞും മഴത്തുള്ളിയൊക്കെ. അപ്പോൾ ഒരു ചെറിയൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തു നോക്കിയതാണ് അവർ വെള്ളത്തിൽ കളിക്കുന്നതിൻ്റെ. വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ എൻജോയ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മമായിട്ടാണ് ഇവിടെ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. ഞങ്ങൾ വേറെ എവിടെയും കാണാത്ത കുറേ തരം ചെടികളും കുറേ തരം വെറൈറ്റി പ്രതിമകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഡിഫറെൻ്റായിട്ട് സ്റ്റൈലിൽ ഒരുക്കി വെച്ച പല കാര്യങ്ങളും നമ്മളിവിടെ ശ്രദ്ധിച്ചു. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. പ്രീ ഓർഡേർഡാണ്, ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. നല്ല ചൂട് ഇഡലിയും സാമ്പാറും വടയും പൊങ്കലും ഒക്കെ കിട്ടി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം വീണ്ടും തേയിലത്തോട്ടത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, ഒരു ഗേറ്റുണ്ട്. ആ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തോട്ട് പോകുന്നത് ഒരു തേയിലത്തോട്ടത്തിലേക്കാണ്. അപ്പോൾ അവർ തേയിലത്തോട്ടത്തിൽ പോകാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്തു തന്നു. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി ഇതുപോലെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തു. നല്ല ഭംഗിയുള്ള സ്ഥലം, പറയാനില്ല. നിങ്ങൾ തന്നെ ഈ കാഴ്ചകളിൽ കാണുന്ന പോലെ അത്രയും ഭംഗിയുള്ള ഫ്രെയിമാണ്. മൂടൽ മഞ്ഞും പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടവും അതിൻ്റെ ഇടയിലൂടെ യാത്രയും. പിന്നെ സേഫാണ്, ആനിമൽസൊന്നും ഇല്ല. ഇവിടെ സ്ഥിരം തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ വലിയ റിസ്ക്കൊന്നും ഇല്ല. അപ്പോൾ കുട്ടികളും അതേപോലെ ഇതിനിടയിൽ ചാടി കളിച്ചു. ഞങ്ങൾ കുറേ വീഡിയോ ഷൂട്ട് ചെയ്തു. ഈ ആംബിയൻസ് ഒരുപാട് ഇഷ്ടത്തോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ ആസ്വദിച്ചു. ഞങ്ങൾക്കൊക്കെ ഇതൊരു വേറിട്ട അനുഭവമാണ്. ഞങ്ങൾ ഇതുപോലെ ഇങ്ങനൊരു ട്രിപ്പ് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടില്ല. പ്രകൃതിയുമായിട്ട് അടുത്ത് ഇടപഴകുക, മാക്സിമം ആസ്വദിക്കുക, മാക്സിമം ഇവിടുത്തെ മെമ്മറീസ് ഉണ്ടാക്കുക, ഇത് തന്നെയാണ് ഓരോ യാത്രയുടെയും ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ സമയവും ഈ ഒരു സന്ദർഭവും ഞങ്ങൾ മാക്സിമം നന്നായിട്ട് ആസ്വദിച്ചു. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു ഗാർഡ് ഡോഗാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ലാബ് ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ഇവിടുന്ന് എല്ലാവരുമായിട്ടും നന്നായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. പിന്നെ അതേ ഒരു ചെറിയ ആളും കൂടി ഉണ്ട്, ജൂനിയറാണ്.
ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇയാളെ കൊണ്ടുവന്നിട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്കൊരു മോഹം ഈ ജീപ്പൊക്കെ കണ്ടപ്പോൾ ഇവിടെ ട്രക്കിംഗ് അവൈലബിൾ ആണ്, അപ്പോൾ ഒന്ന് ട്രക്കിംഗ് പോയാലോ എന്ന് ഞങ്ങൾ ചോദിച്ചു. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഫീസബിളാണ്. അപ്പോൾ അവിടെ ഡ്രൈവർ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. 4x4 ആണ് ജീപ്പ്. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഒരു 15 കിലോമീറ്ററോളം നമ്മളെ കൊണ്ടുപോയി അവിടെയുള്ള സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് നമുക്ക് മടങ്ങി വരാം. ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് ആനിമൽസിനെയും കൂടി കാണാം കേട്ടോ. അപ്പോൾ ചില സമയത്ത് അവർ ചെറിയ ദൂരത്തൊക്കെ ആനകൾ മേയുന്നതും പിന്നെ ബൈസനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓഫ് റോഡിങ് ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് സോഫ്റ്റായിട്ട് അധികം കുലുക്കും ചാട്ടമൊന്നും ഇല്ലാതെ പോകുന്ന പോലെയല്ല. ഇത് ശരിക്കും ഒരു റഗഡ് ഫീലാണ്, ഒരു മാൻലി ഫീലാണ് ഓഫ് റോഡിങ്. അപ്പോൾ ഞങ്ങളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിലെ ടാറില്ലാത്ത റോഡിലൂടെയാണ് വണ്ടി അധികവും സഞ്ചരിച്ചത്. കുണ്ടും കുഴിയും ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. അധികം നമ്മൾ എത്തിപ്പെടാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലേക്ക് ജീപ്പിൽ ഞങ്ങൾ ഓഫ് റോഡ് ചെയ്തു. പുള്ളി അവിടെ കൊണ്ട് നിർത്തി തന്നു. നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നു. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലൊരു റിസോർട്ടിൽ താമസിച്ച് അവിടുത്തെ ഓഫ് റോഡ് ജീപ്പൊക്കെ എടുത്ത് ഒന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും. വലിയ കോസ്റ്റൊന്നുമില്ല, ചെറിയ പ്രൈസേ ഉള്ളൂ. 1500 രൂപയൊക്കെ ഉള്ളൂ ഒരു ജീപ്പ് സഫാരിക്കുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. ഹെവി ഓഫ് റോഡൊന്നും അല്ല, നെല്ലിയാമ്പതിയിലൊക്കെ ഉള്ള പോലെ ഹെവി ഓഫ് റോഡിംഗ് ഒന്നും അല്ല. പക്ഷേ നമുക്ക് ശരിക്കും ഒരു പ്രൈവറ്റായൊരു പ്ലേസിൽ കൊണ്ട് വണ്ടി നിർത്തി തന്ന് കുറേ സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ അധികം ധൃതിയൊന്നും കൂട്ടിയില്ല, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, കൃഷി സ്ഥലങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ കുട്ടികൾ ഈ തൈലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഓടിക്കളിക്കുകയും വീഡിയോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അസാധ്യ ഫ്രെയിമാണ്, നമ്മുടെ പ്രിയദർശൻ സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള ഫ്രെയിമാണ് ഈ തോട്ടത്തിലുള്ളത്. ഈ തേയിലയുടെ തുമ്പത്തുള്ള ഏറ്റവും ചെറിയ ഇലകളാണ്, പുതിയ ഇലകളാണ് ഈ ഗ്രീൻ ടീ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഇലകളാണ് അവർ സാധാരണ തേയില ഉൽപ്പാദിപ്പിക്കാൻ, തേയില പൊടി ഉൽപ്പാദിപ്പിക്കാൻ യൂസ് ചെയ്യുന്നത്. അതിലും പല വെറൈറ്റി ഉണ്ട്, പല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇതിലെ ഏറ്റവും നല്ല ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലേക്ക് ബി ക്ലാസ്, അതായത് സെക്കൻഡ് ക്ലാസ് പ്രോഡക്റ്റാണ് ഇന്ത്യയിലേക്ക് ശരിക്കും യൂസേജിന് വേണ്ടി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുകയും പിന്നെ കുട്ടികൾ ഓടിക്കളിക്കുകയാണ് മെയിനായിട്ട് ഇവിടെ നടന്നത്. അപ്പോൾ എത്ര കണ്ടാലും മതിയാവില്ല, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനേ തോന്നില്ല. അവിടെ നിൽക്കാനും അതിൻ്റെ ഇടയിലൂടെ നടന്നു പോകാനും. ഈ തേയിലയുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ശബ്ദമുണ്ട്, നമ്മുടെ ഡ്രസ്സിലൊക്കെ തേയില ഉരഞ്ഞ് വരുന്നൊരു ശബ്ദം. അതിലൂടെ നടന്ന് ഫ്രണ്ടിലേക്ക് പോയി അവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഏരിയ ഉണ്ട്, അവിടെ പോയി നിന്ന് ഇതിനെ ചുറ്റും നോക്കുമ്പോഴുള്ളൊരു ഭംഗിയുണ്ടല്ലോ. നമ്മുടെ ചുറ്റിലും പച്ചപ്പും ഒരു ചെറിയ കോടമഞ്ഞും ഒക്കെ ആയിട്ടുള്ളൊരു ഭംഗി, അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പിന്നെ ഡ്രൈവർ ചേട്ടൻ കാണിച്ചൊന്ന് ദൂരത്ത് ബൈസൺ നിൽപ്പുണ്ട് ഒരു കൂട്ടം. അപ്പോൾ അടുത്തൊക്കെ കാണാറുണ്ടെന്നാണ് പറഞ്ഞ്. വളരെ ദൂരത്താണ് ഞങ്ങൾ കണ്ടത്, അതുകൊണ്ട് വലിയ ഡേഞ്ചറൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ആൾക്കാർ പേടിച്ചിട്ട് ഓടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കയറിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ നമ്മളെ വോളണ്ടറി ആയിട്ട് വന്ന് അറ്റാക്ക് ചെയ്യൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ദൂരത്ത് വെച്ച് കുറച്ച് ആനിമൽസിനെ കണ്ടു. അതേപോലെ അടുത്ത ഒരു സൈറ്റിലും പോയി ഞങ്ങൾ തിരിച്ചു മടങ്ങി വന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യാനുള്ള സമയം കേട്ടോ. അപ്പോൾ വെക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പട്ടിക്കുട്ടികൾക്കൊക്കെ ഒന്ന് ടാറ്റ പറഞ്ഞ് അവിടത്തേക്ക് ഒന്ന് ബായ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയും ഒരവസരം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഈ റിസോർട്ടിൽ വന്ന് താമസിക്കും. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ. ഫ്ലവർ ഷോ ഒന്നും ഇല്ല, പക്ഷേ ഏത് സമയത്തും ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു ഫ്ലവേഴ്സൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഒരു
ഗ്രീൻ ഹൗസിനകത്ത് എപ്പോഴും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വന്നു കുറേ പൂക്കളെ കണ്ടു, ചെടികളെ കണ്ടു, ഇങ്ങനെ കളർഫുള്ളായൊരു ലൊക്കേഷനൊക്കെ കണ്ടു. അപ്പോൾ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ എത്ര നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ചെടികളും പൂക്കളും ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം ഇത് ഊട്ടിയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ ശരിക്കും മുന്നോട്ട് ആസ്വദിച്ച് നീങ്ങി. സത്യം പറഞ്ഞതിൽ പല പൂക്കളും ഞാൻ ഇവിടെ വരുമ്പോൾ മാത്രമേ കാണാറുള്ളൂ, വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഈ വെറൈറ്റി പൂക്കളൊക്കെ. അപ്പോൾ ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പലപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ചെടികളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഷോപ്പുണ്ട്. അപ്പോൾ ഏറ്റവും ഫ്രഷായ ഫ്രൂട്ട്സ് കിട്ടുന്നത്, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, പക്ഷേ ഏറ്റവും ഫ്രഷായ ഫ്രൂട്ട്സ് കിട്ടുന്ന സ്ഥലമായത്. എപ്പോൾ വന്നാലും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാറുണ്ട്. പിന്നെ അടുത്തുള്ള ഈ ഒരു ചോക്ലേറ്റ് ഷോപ്പുണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് കിട്ടുന്ന, അവിടെ നിന്ന് വാങ്ങിച്ചു കുറച്ച് സാധനങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പിന്നെ അവനവൻ കഴിക്കാനും കൂടി ആയിട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് പടിയിറങ്ങി പതുക്കെ. വൈകുന്നേരം ആവുന്നുണ്ടായിരുന്നുള്ളൂ, ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചെറിയൊരു പ്ലാനും കൂടി ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറാം. അവിടെ കയറുക എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ തേയിലയിൽ നിന്ന് ചായപ്പൊടി എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത് എന്നൊക്കെയുള്ള പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. ചെറിയ ടിക്കറ്റ് കോസ്റ്റേ ഉള്ളൂ. നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റിനനുസരിച്ച് നമുക്ക് ചോക്ലേറ്റും കിട്ടും, അതേപോലെ ചായയും കിട്ടും. നല്ല വെറൈറ്റി ഓഫ് ഫ്ലേവറിലുള്ള ചായയും കിട്ടും. ഇവിടെ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. ഒരു വിഷ്വൽ സ്ക്രീനുണ്ട്, അതിനകത്ത് കാണിച്ചും തരും, നമുക്ക് നേരിട്ടും കണ്ട് ബോധ്യപ്പെടാം. നല്ല പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റാണ്. ഇത് കണ്ട് ഇതിൻ്റെ അവസാനത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് അവർ തരുന്ന കോംപ്ലിമെൻ്ററി ചോക്ലേറ്റ് തരും. അപ്പോൾ ടിക്കറ്റ് കോസ്റ്റ് നമുക്ക് മുതലാവും ചെയ്യും. അപ്പോൾ ഇതൊരു അറിവും കിട്ടും, എന്നാൽ പ്രീമിയം ചോക്ലേറ്റ് കഴിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിനോട് താല്പര്യമുള്ള, ഇതിൻ്റെ പ്രോസസ്സൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം, കാണാം, എൻജോയ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലുള്ളത് ടീ ഫാക്ടറിയാണ്. അവിടെ ഈ തേയില പറിച്ച് അത് ഉണക്കി അത് പ്രോസസ്സ് ചെയ്ത് ഒരു ചായപ്പൊടിയായി മാറുന്ന ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായ പ്രോസസ്സിങ്ങും നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമുക്ക് ലൈവായിട്ട് അത് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ തേയിലകൾ നുള്ളി അത് ഗ്രീൻ ടീ ആയിട്ട് മാറ്റാനുള്ള പ്രോസസ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് കണ്ട് ബോധ്യപ്പെടുത്തും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊരു എഡ്യൂക്കേഷണൽ ടൂർ പോലെയാണ്. അവർക്കിതെല്ലാം കണ്ട് മനസ്സിലാക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവും. ഒരു വശത്ത് തേയില ലോഡ് ചെയ്തിട്ട് അത് മറുവശത്തേക്ക് എത്തുമ്പോഴത്തേക്കും ചായപ്പൊടിയായി മാറുന്ന ഒരു പ്രക്രിയയാണ് അവിടെ കാണുന്നത്. പിന്നെ അവിടെ ഒരു സൈറ്റ് സീയിങ് പ്ലേസും കൂടിയുണ്ട്. ഒരു കോർണറുണ്ട്, സെൽഫി കോർണർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഊട്ടിയുടെ മെയിൻ സിറ്റി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അവിടെ ഒരു ചായ കിട്ടുന്ന, കോംപ്ലിമെൻ്ററി ചായ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ചായ കുടിച്ചു. ബെസ്റ്റ് ചായയാണ്. ഈ പറഞ്ഞ പോലെ 2-3 ഫ്ലേവറിൽ ചായ കിട്ടും. ഞാൻ മസാല ഫ്ലേവറാണ് ചൂസ് ചെയ്തത്, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം ചെറിയ ഓർണമെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ ചെറിയ കട ഷോപ്സൊക്കെ ഉണ്ട്. മൊത്തം ഇതൊരു ശരിക്കൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആക്കിയിരിക്കുകയാണ്. ഒരു ചായ ഫാക്ടറി, തേയില ഫാക്ടറിനെയൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആക്കിയിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് കോതഗിരി വഴിയാണ് ഞങ്ങൾ മേട്ടുപ്പാളയത്തിലേക്ക് വന്നത്. കോതഗിരി ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഏറ്റവും ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പുള്ള ഭാഗമാണ്. കുറച്ച് ഈവനിങ് ആയി എങ്കിൽ കൂടെ ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്പോട്ട് കൂടെ ഉണ്ട്. നമുക്ക് കട്ടൻ ചായ കുടിക്കാനും ബജ്ജി പരിപ്പൂടൊക്കെ കഴിക്കാനും പിന്നെ അത്യാവശ്യം മാഗി അങ്ങനെയുള്ള ചെറിയ ലഘുഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഇവിടെ സ്ഥിരമാണ്, ഞങ്ങൾ വന്നാൽ ഇവിടെ എപ്പോഴും കയറാറുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് നമുക്ക് പരിചയം പോലും ഉണ്ട്.
ഈ തണുപ്പത്ത് ഈ മഞ്ഞത്ത് ഈ ലാൻഡ്സ്കേപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല ചൂടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഇവിടെ ബ്രൊക്കോളി ഫ്രൈ ആണ് ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ. പിന്നെ മാഗിയും ഉണ്ട്. അപ്പോൾ അതേപോലെ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ലൈവായിട്ട് നമുക്ക് ബജ്ജിയും ഒക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ബജ്ജിയും ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു കട്ടൻ ചായയും ഒക്കെ കുടിച്ച് മാക്സിമം ആംബിയൻസ് ഒന്ന് കൊഴുപ്പിക്കുക. അടുത്ത ദിവസം ഞങ്ങൾ പാലക്കാട്ടിലെ നല്ല ചൂടുള്ള ലൊക്കേഷനിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ ഒരു അരമണിക്കൂറോളം ഞങ്ങളവിടെ നിർത്തി ചായയൊക്കെ കുടിച്ചു, എൻജോയ് ചെയ്തു. പിന്നെ ഇതേ ചേച്ചി ബ്രോക്കോളി ഫ്രൈ ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഫ്രഷ് ബ്രോക്കോളിയാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല. കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാം. എന്നിട്ട് ഇതെല്ലാം കണ്ട് ഞങ്ങൾ മേട്ടുപ്പാളയം എത്താറായപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് അനിമൽ സൈറ്റിങ്സ് കിട്ടി. ഞങ്ങളുടെ റോഡ് മാനുകൾ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ടു, ആസ്വദിച്ചു. പാലക്കാട് എത്താറായി. ഇപ്പോൾ ഞങ്ങളുടെ 3 ദിവസത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. നിങ്ങളിലേക്ക് നല്ല കാഴ്ചകൾ എത്തിക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. അപ്പോൾ ഞങ്ങളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് രേഖപ്പെടുത്തണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.